ബൈചേട്ടാ ഐ ലവ് യു വിൽ യു മാരി മീ അതൊക്കെ ഒരു കാലം. പ്രൊഫഷണൽ ലൈഫിൽ ചിലപ്പോ ഒരു വർക്ക് പോവാനും ഒക്കെ കാരണമാവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അത് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് പോയത്. അത് ശരിയാ. ഹലോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നിങ്ങളെ കട്ട് ചെയ്തു വിളിച്ചു പറഞ്ഞോളൂ. ഒന്നും ചെയ്യാതിരുന്നേ രാമനാഥൻ എന്നൊക്കെ പറഞ്ഞ തല്ലിക്കൊന്നേ. ബൈചേട്ടൻ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അത് എത്ര നേരം വർത്താനം പറയുമെന്ന് എനിക്കറിയില്ല, എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കുള്ള കോണ്ടന്റ് കിട്ടുമെന്നും എനിക്കറിയില്ല. അത് പറഞ്ഞിട്ട് ഞാൻ ബൈജു എഴുപന്ന സംവിധാനം ചെയ്യുന്ന, ബൈജു എഴുപന്ന നിർമ്മിക്കുന്ന ഒരു സിനിമയിലൂടെ ഒരു വാവച്ചനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതെനിക്ക് തന്ന ദൈവം തന്ന ഭയങ്കര ഒരു ഗിഫ്റ്റാണ്. ഈ പെൺമക്കളെ കെട്ടിച്ചോടുന്ന ഒരു ഭാരമായിട്ട് കാണുന്ന ഒരു തന്തയല്ല ഞാൻ. അടിപിടി കൂടുമ്പോ ഒരു കാര്യം പോരെ, ഇനി ഒരാളെ കോമ്പറ്റീഷൻ. കൂടോത്ര സിനിമയുടെ ഭാഗമായിട്ടേ കൊടുത്ത പ്രൊമോഷൻ ഇന്റർവ്യൂല് ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു എന്ന് പറഞ്ഞാൽ കൊതുകിനെ അടിക്കുന്ന കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പോലിച്ച് കാതുകുത്താനിപ്പവരും നിന്നമ്മമാരു പൊന്നേ, കാതുകുത്താനിപ്പവരും നിന്നമ്മമാരു പൊന്നേ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആക്ച്വലി ഞങ്ങൾ ഒരു ക്രിഞ്ച് സെഗ്മെന്റ് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ചോദിക്കട്ടെ? കരിയറില് നിങ്ങളെ തന്നെ ലൈക് ക്രിഞ്ച് ആക്കിയ ഒരു ഓൾഡ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ റീൽ വൈറൽ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും എടുക്കേണ്ടിയിരുന്നില്ല ആ സമയത്തും തോന്നി ഏതെങ്കിലും ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും? ആധാർ കാർഡ് ഫോട്ടോ അതെല്ലാരും അത് പബ്ലിഷ് ആയിട്ടുണ്ടോ? ഈ ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് അതുകൊണ്ട് കൊടുക്കാറുള്ളൂ. പാസ്പോർട്ട്. ഓക്കെ, ഇനി റിയൽ ലൈഫില് why did I do that എന്ന് തോന്നിയ മൊമെന്റ്, ഞാൻ എന്തിനത് ചെയ്തു, ഞാനിപ്പോ എന്തിനോട് വന്നിരുന്നു? അതൊരു വളരെ മോശം ആൻസർ ആട്ടോ. അല്ലെങ്കിൽ അയ്യോ അത് വേണ്ടിയിരുന്നില്ല, ഭയങ്കര ക്രിഞ്ചായി പോയി അങ്ങനെ തോന്നി. ഇപ്പൊ ഈവൻ ഇന്റർവ്യൂന്ന് പറഞ്ഞ ഏതെങ്കിലും ഡയലോഗ് ആവാം, അവര് ചോദിച്ച ചോദ്യങ്ങളാവാം, എന്നെ പറയില്ലേ കിടന്ന് കൊറേ മോങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ബിഗ് ബോസ് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് അതായിരുന്നു അത്. പക്ഷെ അന്നേരം ആ സമയത്ത് തോന്നിയ പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജിൽ പോകുന്നെങ്കിൽ അന്ന് ഞാൻ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു. ബിഗ് ബോസ് കുറച്ച് സ്ട്രോങ് ആക്കിയോ വീണു ചേച്ചി? ഉറപ്പായിട്ടും 4 ദിവസം പോയി പലരോടും വഴക്ക് പിടിക്കല്ലേ, മല്ലയുദ്ധം കഴിഞ്ഞ് പുറത്തിറങ്ങിയല്ലേ. ഞാൻ അങ്ങനെ ചെയ്തവനെ ഞാൻ മല കയറ്റി ഒരു 10-12 ടേക്ക് അടിപ്പിച്ചിട്ടുണ്ട്. അവൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തോ പറയാൻ അവനായിരുന്നല്ലോ ബിഗ് ബോസിൽ കിടന്നിട്ട് ഇത് ചെയ്തത്. അവനെ ഞാൻ മല കയറ്റി നല്ല നടൻ തന്നെ. കിട്ടിയാട്ടല്ലോ, അത് മാത്രം എനിക്ക് ഈ അപ്പു അപ്പു എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് കാണിച്ചു തരണം എന്നുണ്ട്. അവന്റെ ഫോട്ടോ ആരും കണ്ടിട്ടില്ല. എവിടെ അപ്പുവിന്റെ മറ്റേ വീഡിയോ നമ്മുടെ നിങ്ങളുടെ ഇതിനൊക്കെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഇതിനകത്തൊക്കെ വന്നല്ലോ. ഓ അത് ശരിയാ, അത് ശരിയാ, ശരിയാ. അപ്പൊ പറയുന്നത് നെക്സ്റ്റ് ചോദ്യം. ഒരു ഡയലോഗ് റിയൽ ലൈഫിൽ പറഞ്ഞിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? റിയൽ ലൈഫ് പലതും അത് ഒരു വാക്കല്ലല്ലോ, ഒരുപാട് വാക്കുകൾ ഉണ്ടാവും. നമ്മുടെ മനുഷ്യന്മാരല്ലോ, മനുഷ്യരല്ലടോ, പച്ച മനുഷ്യരല്ലേ. അയ്യോ ചേട്ടനല്ല, എന്താ ചേച്ചി മിണ്ടായിരിക്കണം? റിഗ്രറ്റ് വന്നിട്ടില്ലാത്ത ഇപ്പൊ നമ്മൾ ചില സെന്റൻസുകളൊക്കെ പറഞ്ഞിട്ടേ അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ചിലപ്പോ ഒരു വർക്ക് പോവാനും ഒക്കെ കാരണമാവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഡയലോഗുകളോ സിറ്റുവേഷനോ ഒന്നും പറയണ്ട, ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അത് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് പോയത്. അത് ശരിയാ. ഹലോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നിങ്ങളെ കട്ട് ചെയ്തു. വിളിച്ചു പറഞ്ഞോളൂ പ്ലീസ്, ഒന്ന് നോട്ട് ചെയ്യണേ. ഇല്ല, അതൊന്നുമില്ല.
നമുക്കുള്ളത് നമുക്ക് തന്നെ വരും. അതെ. അല്ല അത് സീരിയസ്ലി ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആൾക്ക് അത് റൈറ്റ് ടൈമിൽ അത് വരും സംഭവിക്കും. Yeah. ഇപ്പൊ വളരെ റൈറ്റ് ടൈമിലാണ് ബൈജുവേട്ടനും നിക്കുന്നത്, ദിയൊക്കെ നിക്കുന്നത്. അല്ല സീരിയസ്ലി അത് നമ്മൾക്ക് ഓരോ റൈറ്റ് ടൈമിൽ right time ലാ. നമ്മുടെ ഞാൻ ബോൺ റെഡിയാണ്. കോ പ്രൊഡ്യൂസർ ഓൾസോ. അതെ അതെ അതെ, ഇവരൊക്കെ ശരി. ഞാൻ ബൈച്ചേട്ടനൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ബൈച്ചേട്ടൻ തമാശയായിട്ട് പറയുന്നെങ്കിലും നമ്മളൊരു സൈഡിൽ ഒരു വലിയ പടത്തിന്റെ ഭാഗമായിട്ടൊരു സൈഡിൽ ഒരു ഡയലോഗ് പറഞ്ഞ് നമ്മൾ 10-15 ദിവസമൊക്കെ നിൽക്കുന്നത് ഭയങ്കര വേദനയാണ്. തീർച്ചയായിട്ടും. അത് എനിക്ക് ഞാൻ 1-2 പടങ്ങൾ അങ്ങനെ പോയി 20 ദിവസമൊക്കെ ഡേറ്റ് വാങ്ങിയിട്ട് 2 ഡയലോഗൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. കട്ടായി പോയ സിനിമകളുണ്ട്. അത് നമ്മളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഈശ്വരാ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ക്വിറ്റ് ചെയ്ത് പോയ എന്ത് ജീവിതം. ഇല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ എനിക്ക് സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടുതലും ഊമ കഥാപാത്രങ്ങളാണ് കുറേ പടങ്ങൾ ചെയ്തിരിക്കുന്നത്. ഡയലോഗ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഡയലോഗ്സ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്യാരക്ടർ ഡയലോഗ്സ് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ മനപ്പാടമാക്കിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ട് നിൽക്കില്ല. എന്നിട്ട് ഞാൻ മാറിപ്പോയി ഇന്നുണ്ട് ആ ഡയലോഗ് പറയും. ഭയങ്കര ഒരു അത് അനുഭവിച്ചവർക്കേ എൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു ആർട്ടിസ്റ്റുകൾ പലരും അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നിട്ടാണ്. എത്ര പേര് എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് ചേച്ചി ഈ പടത്തിൽ ഞാനില്ലായിരുന്നു ചേച്ചി തിയേറ്ററിൽ വന്നപ്പോൾ ആ ഒരു പോർഷൻ കട്ടായി പോയി ചേച്ചി. അവരെന്ത് വേദനയോടുകൂടി ആയിരിക്കും എന്താ അറിയാ പറയാം. അല്ല അത് എനിക്ക് കുറച്ച് എനിക്കറിയാം. അതുപോലെ ചേട്ടന് നന്നായിട്ട് ആ ചേട്ടൻ ഇപ്പൊ നിൽക്കുന്നത് അതിലേക്ക് ഞാൻ ഒരുപാട്. അത് മാത്രമല്ല പുള്ളിയുടെ ആഗ്രഹത്തിന് എല്ലാ ടൈപ്പ് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അവാവച്ചൻ. അത് ഇത് പറഞ്ഞു ഈ പടം കഴിയുന്നതോടുകൂടി പുതിയൊരു പുതിയല്ല നമ്മളാ പഴയ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ കൂടോത്രത്തിന് മുമ്പും കൂടോത്രത്തിന് പിമ്പും കറക്റ്റ് ആയിട്ട് ചേട്ടൻ. അല്ലല്ല ഇന്നിപ്പോ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ വൈഫ് റീനി ഒരുമിച്ച് ഇവർ ഒരുമിച്ചാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതാണ് തോപ്പുംപടി പാലം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് തോപ്പുംപടി പാലമല്ല, ഇത് തേവര പാലമാണ്, തോപ്പുംപടി പാലം ആയിട്ടില്ലാന്നോ. ഞാൻ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു വിജിത് അംബിസാറിൻ്റെ പടം. അപ്പോൾ ഞാൻ എൻ്റെ തുടക്കകാലങ്ങളിലാണ്. എന്നാലും ഉത്തരവ് സിനിമകൾ അങ്ങനെ ഞാൻ സിദ്ദിഖും തമ്മിലൊരു കോമ്പിനേഷൻ. ഞാൻ ഗുണ്ടയാണ് അതിനകത്ത്. അങ്ങനെ ഒരു അടി പുള്ളിക്കിട്ട് ടൈമിങ് മാറി ഒരു അടി അടിച്ചു. അപ്പം എന്നെ ഒരുപാട് പരസ്യമായിട്ട് തെറി വിളിച്ചു. ഇറക്കി വിറയും മോനെ അവനൊക്കെ എവിടെ നിന്ന് വന്നിരിക്കണം മറ്റാണ്. ഞാൻ 2 മണിക്കാണ് ഷൂട്ട്. കാര്യം 2 മണി 1 മണിയായി 2 മണിയായി തുടങ്ങി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എൻ്റെ അങ്ങനെയൊക്കെ പറയാൻ കുറേ പേടിയാണ്. എന്നെ ഇറക്കി വിട്ടു അവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനന്ന് വീട്ടിൽ വലിയ സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണെങ്കിലും സിനിമ എന്ന് പറയുന്നത് എനിക്ക് സപ്പോർട്ടില്ല. അപ്പം ഞാൻ ബസ്സിനൊക്കെ കയറിയിട്ടാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ആ പാലത്തിൽ നിന്ന് കുറേ നേരം കരഞ്ഞിട്ട് ഇന്നിപ്പോൾ ആ മൂമെൻറ്റ് അത് ആ പാസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓർക്കുക. കുറേ നേരം നിന്ന് കരഞ്ഞു. തോപ്പുംപടി വന്ന് ബസ്സായി കയറിയിട്ട് 2 മണി 3 മണി എന്തോ കുറേ നേരം കാത്തി നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിന് വന്ന് എരമല്ലൂർ ഇറങ്ങിയിട്ടാണ്. അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല. ടൈമിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഫ്രണ്ടിലോട്ട് കയറിയാലും ബാക്കിലേക്ക് കയറിയാലും എപ്പോഴും അടിക്കുന്നവനാണല്ലോ പ്രശ്നം. അപ്പോൾ അത് അങ്ങനെ കുറേ അപ്പം ഞാൻ അങ്ങനെ കുറേ ഇപ്പം ഞാൻ ഈ 37 വർഷമായിട്ട് ചാൻസ് ചോദിച്ചു. ഇന്നത്തെ പിള്ളേർക്ക് ഇല്ലാത്തവരിതാ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കയറി ഒരുപാട് ചാൻസുകൾ ചോദിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദൈവം കൊണ്ടെത്തി തന്ന ഒരു സംഭവമാണ്. അന്ന് നമുക്ക് ഞാനീ പറഞ്ഞില്ലേ വേറൊരാൾ അഭിനയിക്കുമ്പോൾ ഞാൻ ഉള്ളിൽ ഡയലോഗ് കൊടുത്തിട്ട് മാറിയെന്ന് ആ ഡയലോഗൊക്കെ പറയും ഇങ്ങനെ അഭിനയിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത്രയും സിനിമകളിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന അതായത് ബൈജു എഴുപന്ന സംവിധാനം ചെയ്യുന്ന ബൈജു എഴുപന്ന നിർമ്മിക്കുന്ന ഒരു സിനിമയിലൂടെ ഒരു വാവച്ചനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതെനിക്ക് തന്ന ദൈവം തന്ന ഭയങ്കര ഒരു ഗിഫ്റ്റാണ്. അത് മാത്രമല്ല ബൈജുചേട്ടാ, ഇത് കാണുന്ന ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ജൂനിയർ ഇൻസ്പിറേഷൻ ആണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ആക്ടർ ആവണം. ഒന്ന് മുഖം ബിഗ് സ്ക്രീനിൽ കാണുന്ന ആഗ്രഹമല്ലേ. വെയിലും എന്റെ ലൈഫില് ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായ പല സമയങ്ങളിലും എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോയി അബ്രോഡ് പോയി എന്തെങ്കിലും ചെയ്യണം, ഡാൻസ് സ്കൂളിൽ. അപ്പോഴൊക്കെ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് ഇപ്പോഴും ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നത്. ഇന്നല്ല നാളെ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലെത്തും. സ്ട്രഗിൾ ചെയ്യുന്നവർക്കും പേഷ്യൻസ് ഉള്ളവർക്കും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടി മാത്രമുള്ളതാ സിനിമ. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ, നന്നായി ട്രൈ ചെയ്യണം. ഇനി പറയാൻ പോകുന്നത് റേച്ചലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫാൻസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ ഇഷ്ടമുള്ള മനുഷ്യര് പറഞ്ഞതില് ഇപ്പൊ എക്സൈറ്റ്മെന്റും ഉണ്ടായിരിക്കും. കണ്ടു കഴിയുമ്പോൾ
ചിലപ്പോൾ പറയുന്ന വാക്കുകൾ ഭയങ്കര ക്രിഞ്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഡയലോഗുകളൊക്കെ ഓർമ്മയുണ്ടോ? ഡയലോഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൻസ് പറയുന്ന ഡയലോഗോ? പെട്ടെന്ന് ഓടി വന്ന് നിങ്ങളുടെ എക്സൈറ്റ്മെന്റിൽ കണ്ടു കഴിയുമ്പോഴേ വിൽ യു മാരി മീ? ഈശ്വര അത് ഭയങ്കര ഒരു ഐ ലവ് യു, വിൽ യു മാരി മീ, അങ്ങനെ കുറേ അധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും അത്. ഒരാൾ എന്റെ പേരൊക്കെ ടാറ്റു ചെയ്തിരുന്നു, എന്റെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പൊ തന്നെ ഞാൻ ജോലിന്ന് അതിലും എന്റെ സ്പെല്ലിങ് റോങ് ആയിരുന്നു, RICHEL. സോ പിന്നെ ഞാൻ പറഞ്ഞു ഇത് RACHEL ആണ്, റിച്ചൽ അല്ല. സോ പുള്ളിക്കാരൻ അത് എന്തൊക്കെയോ ചെയ്തിട്ട് അത് ഇപ്പൊ O ആയി. ഇപ്പൊ ഇനി ആ പേരുള്ള അപ്പം എനിക്കത് കുറച്ച് ക്രിഞ്ചായി തോന്നി. ഐ തോട്ട് ഇറ്റ് വാസ് നോട്ട് സേഫ്. സോ അങ്ങനെ. What about you, dear? അങ്ങനെ എന്തെങ്കിലും ക്രിഞ്ച് മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇഷ്ടാണ്, നമ്പർ തരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതെന്തോ ഒരു എന്തിനാ ഇപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇൻസ്റ്റയിൽ കുറെ മെസ്സേജസ് നമ്മളെ നേരിട്ട് അറിയ പോലും ഇല്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ. കഴിച്ചേട്ടാ ഐ ലവ് യു, വിൽ യു മാരി മീ അതൊക്കെ ഒരു കാലം. ചേച്ചി എവിടെ ഒരു ഷാളൊക്കെ നിമ്മി ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം കണ്ടിലൊന്ന് തീരുമാനിക്കാൻ. ക്രിഞ്ചസ് അങ്ങനെ എന്നോട് അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടാരും വരാറില്ല. കുറെ പേര് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് ഞാൻ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ പേര് വന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണത് അവരുടെ ഒക്കെ കൂടെ നിന്നിട്ട്. അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭാര്യ നല്ല സപ്പോർട്ടാന്ന് തോന്നുന്നുട്ടോ. ഭാര്യ ഒടുക്കത്തെ ചിരിയാ ചേട്ടാ. ഇതൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയോ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന മനസ്സിലാവുന്നില്ല. എങ്ങനെ ഇതൊക്കെ അത് എന്താ പറയാ, എന്തോ എന്നോട് വലിയൊരു ഇഷ്ടം. അല്ല അങ്ങനെ ഞങ്ങളുടെ ബൈച്ചേട്ടൻ എന്നാണ് തിരിച്ചടിക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സിനിമയിൽ. എത്രയും അടി കൊണ്ട് ഇനി ബൈച്ചേട്ടനെ തിരിച്ചടിക്കാൻ തുടങ്ങുന്നില്ലേ? വലിയ സാധനം. അല്ലല്ല ഞാൻ പറഞ്ഞ മാറ്റർ എന്നെ എന്തോ അങ്ങനെ ഭയങ്കര ഇഷ്ടം ആൾക്കാർക്ക്. ഞാൻ പോക്കിരാജ് ചെയ്യുമ്പോൾ ഞാൻ ഫാൻസിന് വേണ്ടിയിട്ടൊരു ഡയലോഗ് പറഞ്ഞിട്ട്, അത് മമ്മൂട്ടിയും പൃഥ്വിരാജാണ്. കാര്യം നിങ്ങൾ ചേട്ടനോനിയൊക്കെയാണ്, പക്ഷെ നിങ്ങളിങ്ങനെ അടി കൊള്ളുന്നത് കാണുന്നത് ഞങ്ങൾ ഈ ഫാൻസിന് ഇഷ്ടമല്ല. അതൊരു പോക്കിരാജിൽ ഭയങ്കര ക്ലാപ്സ് കിട്ടിയ ഡയലോഗ്സ് ആണ്. അതുപോലെ ട്രാഫിക്കിന് ഇതുപോലെ ഒരു ഫാൻ, സൂപ്പർ സ്റ്റാറിൻ്റെ ഫാൻ ഇതായിട്ട് ഞാൻ തൻസീർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കര ക്ലാപ്സ് കിട്ടിയ ഒരു പരിപാടിയാണ്, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ എപ്പോഴും ചോദിക്കും, ബൈച്ചേട്ടാ ഇങ്ങനെ ഒരു സീനിൽ നിന്ന് 2 സീനൊക്കെ മാറി ഒരു മുഴുനീള പരിപാടികളിലോട്ടൊക്കെ ബൈച്ചേട്ടാ. അതൊരു ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ നമ്മൾ എവിടെ പോയാലും ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിയാണെങ്കിലും ചെല്ലും, ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കടാ എന്നും പറഞ്ഞാൽ അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത്, അത് ക്രിഞ്ചാക്കി മാറ്റാൻ പറ്റത്തില്ല. നമ്മളൊരു ഇഷ്ടം കൊണ്ടാണ്. നമ്മളെ ഇഷ്ടം വരുമ്പോൾ എപ്പോഴും പറയണം, ഞാൻ ഇന്നൊരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ തിരിച്ച്, കാര്യം നമ്മളല്ല ഹീറോ. സീരിയസ്ലി ഞാൻ പറയാം, നമ്മൾ ഹീറോ അല്ല. നമ്മളെ ഹീറോ ആണെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാണുന്ന ഓഡിയൻസ് ആണ്, അവനാണ് ഹീറോ. ആ ഹീറോസ് ആയ ആൾക്കാരെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ തീരുന്നതേ ഉള്ളൂ ഇവിടുത്തെ ഹീറോസിന്റെ അടുത്ത്. ഹീറോ പെട്ടെന്ന് നിസ്സാര കാര്യം മതി. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു പോസ്റ്റിലോട്ട് കൊണ്ട് ഇരുത്തിയാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യണം. ഞാനിപ്പം പറയാം, രാഷ്ട്രീയം പോലും, എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഞാൻ അവിടെ കുത്തണേന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാവരും രാഷ്ട്രീയം. കലാകാരൻ എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്. പണ്ട് ജോക്കർ എന്ന് പറയുന്നത്, നമ്മൾ സർക്കസിൽ ജോക്കറിന്റെ പരിപാടി എന്താ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അയാൾക്ക് സങ്കടമാണെങ്കിൽ ഐ എം എ ജോക്കർ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എൻ്റെ ഫാമിലി ആണെങ്കിലും ഞാനൊരു ജോക്കറാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞൊരു സിനിമയിലെ പള്ളിപ്പെരുന്നാളാണ്, എല്ലാ പള്ളിപ്പെരുന്നാളും ഞാൻ പോയി പ്രദർശനത്തിന് പോയിട്ടെടുക്കും. അന്ന് ജെയിംസ് ബോണ്ടിലെ 3 ക്യാരക്ടേഴ്സ്, മെയിൻ വില്ലനാണ് ഞാൻ. റീനിയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ പോയിട്ട് ക്യാരക്ടർ മൊട്ടയടിച്ചു, ഫുൾ ക്ലീൻ ഷേവ് ചെയ്തു വന്നു. അപ്പം എന്നെ ഒരാൾ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു, നീ എന്താടാ ജോക്കറാണോ, എന്തിനാടാ നാണം കെടാൻ ഇങ്ങനെ നടക്കേണ്ടത്, ഞാൻ ആരാന്ന് ഞാൻ പറയില്ല.
എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ അന്ന് വെച്ചു ഞാൻ ജോക്കറാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, ഐ എം ജോക്കർ. ആ ജോക്കറായിട്ട് സിൻസിയറായിട്ട് ഇരുന്നാൽ ഈ പറയുന്ന ഹീറോസ് എല്ലാം, ഓഡിയൻസായ ഹീറോസ് എല്ലാം ഈ പറഞ്ഞ ജോക്കറിനെയും പിടിച്ചൊരു ഹീറോ ആക്കും. സീരിയസ്ലി, ഇത് ട്രൂ. അപ്പോൾ അങ്ങനെ പിടിച്ചാക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചെയ്യണം, റിയൽ ഹീറോ ആവണം. നമ്മുടെ പല കാര്യങ്ങളും, നമ്മൾ മനുഷ്യനാണ്, പല കാര്യങ്ങളും നമ്മൾക്ക് പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ അവന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഞാൻ ആക്ച്വലി ബൈചേട്ടനെ കൊണ്ട് കുറെ കഥ പറയിപ്പിക്കണം എന്ന് അപ്പൂസേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പൂസേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ബൈചേട്ടൻ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അത് എത്ര നേരം വർത്താനം പറയുമെന്ന് എനിക്കറിയില്ല, എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കുള്ള കോണ്ടന്റ് കിട്ടുമെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, ഹൊറർ ഉണ്ട്, ഇമോഷണൽ ടച്ചിങ് സ്റ്റോറി ഉണ്ട്. മൂന്നൂടി തന്നിട്ട് ആളിരിക്കുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച് ഗൈസ്. കൂടോത്രൻ ടീമിന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ ഇത്ര ഗംഭീരാവൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നിങ്ങൾ എന്റെ ചങ്കി ഇവിടെ എന്താ ചോദിക്കുക ക്രിഞ്ചിന്റെ കാര്യം? അല്ല, അവിടെ ചോദിച്ചില്ല. പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ സിനിമയിലായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇതിന് മുന്നത്തെ കഥ പറഞ്ഞാലും മതി. ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാ ഉണ്ട്. എനിക്ക് ക്രിഞ്ചല്ല ഇത്. പക്ഷെ ഇത് ഇപ്പം എന്റെ ഫസ്റ്റ് മൂവിയാണ്. ഒരു ജസ്റ്റ് ഒരു സീൻ അതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷം പറയാം. ബൈചേട്ടൻ ആ ഒരു സീൻ തന്നു, അത് അഭിനയിച്ചു, എല്ലാം കഴിഞ്ഞു. ഞാൻ ഡോക്ടറിന്റെ ആ സീനാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്ന് സീനെല്ലാം കഴിഞ്ഞു, കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഇത് ഞാൻ പറയുമ്പോ റിനി ചേച്ചി അവിടെ നിന്ന് ഭയങ്കര ചിരിയാണ്. എനിക്ക് വ്യക്തമായിട്ടറിയാം, എനിക്കറിയാം ഡയലോഗ്, എനിക്കറിയാം. അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ ഓടി വന്ന് ഒരാൾ എന്നോട് പറഞ്ഞു ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. ഞാൻ ശരിക്കും സ്റ്റക്കായി പോയി. എന്റെ കൂടെയോ ഞാൻ ആരാന്ന്. അല്ല, അത് ആ സീനില് വേറെ സംഭവം ഉണ്ടായി. കോമ്പിനേഷൻ ദിയയാണ്. ദിയക്ക് ആ ഷോട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഒരു ഫസ്റ്റ് ടേക്ക് എടുത്തു, പക്ഷെ അതിനെ പല ടൈപ്പ് ഓഫ് ആംഗിളിൽ എടുത്തു. അപ്പൊ എടുത്തിട്ട് ദിയക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്താ സംഭവം, ദിയ കുറെ നേരം ഇങ്ങനെ ഇരിക്കുക, എല്ലാരും പോവാൻ വേണ്ടി ഇരിക്കുക. ഇഞ്ചക്ഷൻ എടുക്കുന്ന സീനാ, കുറച്ച് ഇഞ്ചക്ഷൻ ദിയയുടെ കയ്യിൽ കൊച്ചു വയ്ക്കണേ, ഇവിടെ കിട്ടാണ് ഫുൾ ഇഞ്ചക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല അപ്പൊ ഞാൻ അത് കഴിഞ്ഞിറങ്ങിയപ്പോ അല്ല, ഒറിജിനൽ മറ്റേ സൂചിയാ. എന്നിട്ട് എടുത്തിട്ട് ദിയയുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയി. അല്ല, അതെന്താ വെച്ചാല് ഫസ്റ്റ് ടേക്ക് ചെയ്തു. അത് ഞാനത് അതിനകത്തൊരു താളം മീൻസ് ഞാൻ പറഞ്ഞു ബെല്ലടിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു അതിനൊരു താളമൊക്കെ വേണമെന്ന് പറഞ്ഞു ഞാൻ കാട്ടിക്കൊടുത്തു. പക്ഷെ അത് കറക്റ്റായിട്ട് അതേപോലെയൊക്കെ ചെയ്തു. പക്ഷെ ഈ സിനിമയുടെ വിജയത്തിന് ശേഷം നമ്മുടെ വീരമലയും ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു വലിയ പരിപാടി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പുതിയൊരു സെഗ്മെന്റ് നമുക്ക് തീർക്കണം ഓർത്താണ്. പക്ഷെ ഒറ്റ പ്ലീസ് ഗൈസ്, ഒറ്റെണ്ണം. സെഗ്മെന്റ് നെയിം, ഒറ്റ ചോദ്യം, 3 ഉത്തരം. ഓക്കെ ചേട്ടാ, വേഗം പറഞ്ഞു. കൂടോത്ര സിനിമയിൽ ഏറ്റവും ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ട 3 പേർ. ദിയ, വീണ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ പറഞ്ഞു. നാലാമത് ഒരാൾ ചോദിക്കും. എനിക്കറിയാം അതിന്റെ ചോദ്യമില്ല. കൂടോത്ര സിനിമയിൽ ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്യപ്പെട്ട 4 പേർ. 4 പേർ. ഷൈമോൾ ലാസ്റ്റ് കാസ്റ്റ് ചെയ്ത ഷൈമോൾ. പിന്നെ ആരൊക്കെയായിരുന്നു? റേച്ചലും ഇതൊക്കെ ആദ്യം പറഞ്ഞേ. റേച്ചലൊക്കെ അതിന് മുമ്പ് വന്നു. ജോയിൻ ചെയ്തു. ചെറിയ 2 ട്വിൻസ് കുട്ടികൾ ഉണ്ടായിരുന്നു. ചേട്ടന്റെ മക്കള് ചെറിയ 2 കുട്ടികൾ. 3ആയില്ലേ? ഇനി ഒരാളും കൂടെ വേണം. പിന്നെ അവർ 2 പേരുണ്ട് കേട്ടോ, അപ്പൊ 3ആയി. ചേച്ചി ഇരുന്ന് എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തോ എന്താ ചേച്ചി ഉറക്കെ പറഞ്ഞോ? ഇതിനകത്തൊരു ആർട്ട് ഡയറക്ടർ പുള്ളിക്കാരൻ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ദിയയുടെ. അത് ഭയങ്കര കോമഡിയാണ്. പുള്ളി ആർട്ട് ഡയറക്ടർ ആണ്. അപ്പൊ ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര ഇതാ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എന്താ
അപ്പൊ പുള്ളി അവിടെ ഇത് കാര്യം 3 പേരല്ല മറ്റേ മഞ്ഞിന് മറ്റേ കൗന്തരിക്കം പോയിട്ടിരിക്കുന്ന മറ്റേ വേറെ 2 പേര് അതൊരുത്തൻ സാധനം മേടിക്കാൻ പോയിരിക്കാം. ഈ പുള്ളി ഇന്ന് ഭയങ്കര ആട്ടില്ല. അപ്പൊ ഞാൻ ചേട്ടാ അടുത്ത സീനിൽ ചേട്ടൻ അച്ഛനായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? അച്ഛനോ? ഞാൻ എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഷോട്ട് എടുക്കാൻ അടുത്ത പരിപാടിയാണ്. ഓക്കെ ഞാൻ പറഞ്ഞോളാം. കുറച്ചേരം ഞാൻ നോക്കുമ്പോ പുള്ളി അവിടെ ഒരു കസേര പോയിട്ടിരിക്കുന്നു. അപ്പൊ അസിസ്റ്റന്റ് ചെയ്യുന്നിട്ട് പറഞ്ഞു, ചുമ്മാരുടെ നീ ആരും കുനി കൊണ്ട് ആട്ട്, ഞാൻ ആർട്ടിസ്റ്റ്. അവിടെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായിരുന്നേ. ഞങ്ങള് ഇങ്ങനെ തണുപ്പില്ല. അപ്പൊ ആൾക്ക് സെറ്റ് റൂം ഒന്നും വേണ്ട, മുണ്ടൊക്കെ എടുത്തോടെ ഇങ്ങനെ വന്നിരിക്കുക. ക്യാമറ ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറെ നേരം പൈസ എന്തോ പറഞ്ഞു, ഷോളോ അങ്ങനെ അതല്ല അങ്ങനെയല്ല. ഞാൻ എന്താ വെച്ചാ പുള്ളിക്കാരനെ ഷൂട്ട് ഭയങ്കര പ്രശ്നമായി. കാര്യം ഈ പുള്ളി എന്ത് ചെയ്ത ആർട്ടിസ്റ്റായി നല്ല തണുപ്പാ. അപ്പൊ ഇവര് തണുപ്പാ. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ജോണൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു, റോമിനി ചേട്ടാ എന്നെ പണിയാ ചേട്ടാ കാണിച്ചത്. അയാൾ അവിടെ 2 പേരേ ഉള്ളൂ. ചേട്ടൻ എന്ത് പണിക്കാ പുള്ളി അഭിനയിക്കാൻ വിളിച്ചിട്ട് എന്ത് ചെയ്ത് അവരൊക്കെ തെറി പറഞ്ഞു ഓടിക്കുക. പുള്ളി ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് പുതച്ചുകൂടി വന്നിരിക്കുക. ഞാൻ പറഞ്ഞ് ആ ക്യാരക്ടർ ഇടുക്കിയിലെ ഭയങ്കര ശക്തിമാനായ ആളാണ്. ഇയാൾക്ക് ബ്ലാങ്കറ്റും ഇല്ല, കഴുത്തേലുണ്ടോ ഒന്നുമില്ല. അവിടെ വന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുത്തി വിറക്ക. ഞാൻ വിറക്കുന്നേ. നമ്മൾ ഇടുക്കിക്കാരനാണ്, വിറക്കാൻ പാടില്ല. ചുമ്മാ ഇരിക്കും, ഞാൻ ഈ പഠിക്കുന്നില്ല. എനിക്കൊരു കാര്യം, ആ പുള്ളി നന്നായിട്ട് അഭിനയിച്ചേ. അച്ഛന്റെ ക്യാരക്ടർ എല്ലാം ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിന് സീൻ കഴിഞ്ഞു, കോസ്റ്റ്യൂം ചേഞ്ച് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഞങ്ങളെല്ലാം അവിടെ ഇരിക്കുക. പുള്ളി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നില്ലേ. അപ്പൊ ലാസ്റ്റ് പാക്കപ്പ് പറഞ്ഞു ബൈജേട്ടൻ. അപ്പൊ ഈ പുള്ളിയോട് അവിടെ നിന്ന് ഷൂട്ടിന്റെ ഒരാള് ചോദിച്ചു, ചേട്ടാ ഞാൻ എപ്പോഴേ പറഞ്ഞ കോസ്റ്റ്യൂം ചേഞ്ച് ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഓ ഞാൻ ചേഞ്ച് ചെയ്യാതെ നിൽക്കുവായിരുന്നു, ഇനി എന്തെങ്കിലും ഞാൻ റെഡി അല്ലല്ല സീരിയസ് പറയാൻ പോലെ അല്ല. അഭിനയിച്ചു, നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ. നന്നായിട്ട് പെർഫോം ചെയ്തു. ഗംഭീര ചേട്ടാ. അതെ ചേട്ടൻ ഒരു കൈയടി. അടുത്ത ചോദ്യം. ഓക്കെ, കൂടോത്ര സിനിമയിൽ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് അഭിനയിക്കാൻ പറ്റാതെ പോയ 3 പേർ. നോബി, കോട്ടയം നസീർ, ജാഫർ ഇടുക്കി. അയ്യോ 3 പേരും നല്ല ആർട്ടിസ്റ്റ്. അതില് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഇതിനകത്തുണ്ട്. അതല്ല സീരിയസ്ലി സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാ. അപ്പൊ നമ്മള് മാത്രമല്ല ഒരാളില്ലെങ്കിൽ അതിലും ഗംഭീര. സീരിയസ്ലി ഇപ്പൊ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് റോട്ടെ കൂടെ നടന്നു പോകുന്ന ഒരാള് ചേട്ടങ്ങ് വന്നേ, അപ്പൊ എന്താ സീൻ അഭിനയിക്കോ? ശരിക്കും അഭിനയിക്കണം. അയാൾ ഒന്ന് ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടു. ഇന്നത് എല്ലാ ആൾക്കാരും കാര്യം ഇന്ന് പണ്ട് നമ്മൾ ദാസേട്ടനും ജയേന്ദ്രനും അങ്ങനെ ഉള്ള സമയത്ത് ഇന്ന് കുഞ്ഞു കുട്ടികൾ വരെ പെർഫോം എന്ന് പറയുന്നത് ബിഹേവിങ് ആണല്ലോ. നമ്മൾ അതില് കാര്യമില്ല. ഒരാളില്ലെങ്കിൽ എന്നെ പറയൂ, നിങ്ങളിത് കാണുക. അല്ലാതെ കോ പ്രൊഡ്യൂസർ എന്നല്ലേ. ഞാൻ ബൈജേട്ടനോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല, ഒരു ചാൻസും ചോദിച്ചിട്ടില്ല. ബൈജേട്ടൻ എന്നെ കണ്ട് എന്നോട് അഭിനയിക്കാമോ പറ്റുമോ ചോദിച്ചു. ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇപ്പൊ അടുത്ത് ചെയ്യാമെന്ന് മാതങ്കി എന്ന് പറഞ്ഞൊരു പടത്തിനകത്ത് സീരിയസ്ലി ഞാൻ നോട്ട് എ ജോക്ക്, അത് ഞാൻ ആ ക്യാരക്ടർ കൊടുത്തു. ഇപ്പോഴും ആ ലഹരിയിലാണ് ആള്. ആളുടെ പേര് പോലും ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ പേര് ഞാൻ റെജി എന്നുള്ളത് മാറ്റി ഹസ്ബൻഡിന്റെ സിനിമയ്ക്കകത്ത് എന്റെ ഹസ്ബൻഡിന്റെ പേര് മിസ്റ്റർ രാമചന്ദ്രൻ. ആരാ മിസ്റ്റർ രാമേന്ദ്രൻ ചോദിക്കും? മിസ്റ്റർ രാമചന്ദ്രൻ സുമലത. പേര് തന്നെ വിഷയം തന്നെ. വെറുതെ ആണോ ഒരു പണിയില്ല ഇവിടെ. ക്യാരക്ടറോൾ ചെയ്യാൻ വേണ്ടി ആർട്ടിസ്റ്റുകളെങ്കിലും അടിപിടി കൂടുമ്പോ ഒരു കാര്യമില്ലാതെ പോരെ. ഇനി ഒരാളെ കോമ്പറ്റീഷൻ എന്റെ അച്ഛനെ പേര് പറഞ്ഞിട്ട് റെയ്ച്ചാനെ വിളിക്കുമ്പോഴേ നിമ്മി റെയ്ച്ചാനെ വിളിക്കുമ്പോ പുള്ളി കഴിഞ്ഞു. ദൈവം കാത്ത് മഞ്ജുസ്ത ക്യാരക്ടർ ഒന്നും ചെയ്യാതിരുന്നേ. രാമനാഥൻ എന്നൊക്കെ പറഞ്ഞ് തല്ലിക്കൊന്നേ. ചേട്ടാ ജീവിക്കുന്ന രക്തസാക്ഷി.
അതൊക്കെ കഴിയുമ്പോ എന്തോ ആയി തീരും. ചേട്ടാ ഒരു ഫോട്ടോ എടുത്ത് രജിവേനൊന്ന് കാട്ടണം. രജി ഭായ്, വാ, come. അതെ റേച്ചേട്ടാ അല്ല, 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 നല്ല he's ഉഷാറ് a- ചിരിയാണ് കേട്ടോ he's a- നിങ്ങളെ. അല്ല, he's a co-producer. ആണോ രജി. നാസയുടെ ടീഷർട്ട് ഒക്കെയാണല്ലോ. ഇത് ഒരിക്കലും സിനിമയിൽ കേട്ടോ, ചേട്ടൻ ഇപ്പൊ നാസയില ശരിക്കും. ഇതാണ് ഞങ്ങളുടെ വെൽക്കം ടു ദ ഷോ. എങ്ങനെയുണ്ട്? മോളെ 25 വർഷമായി. ഇനി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന കൈവിട്ടു പോയി. പക്ഷേ ചേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നിക്കാൻ പറ്റില്ല. സോ യു ആർ എ ട്രൂ ഹീറോ. അല്ല, സീരിയസ് അല്ലല്ല, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഷൈമോൾക്ക് ഒരു കുഞ്ഞു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇവര് ദുബായിലാണ്. അപ്പൊ ഞാൻ പറയണം, അപ്പൊ പുള്ളി ദുബായി പോയിട്ട് ഞാൻ വിളിക്കുമ്പോ ഷൈമോൾ ഇവിടെയായിരുന്നു. പുള്ളിക്ക് ഭയങ്കര അവർ തമ്മിൽ ഇങ്ങനെ ഒരു ഭയങ്കര ബോണ്ടിങ്. അത് ലോകം അവസാനം വരെ അവരെ മാതൃകയാക്കേണ്ട. ബൈജേട്ടൻ പറയാ, എന്റെ രജിബായി നിങ്ങൾ കരയാതെ, നിങ്ങളുടെ ഭാര്യക്ക് ഇവിടെ ബൈജേട്ടനും ചേച്ചി എപ്പോഴും വരുമായിരുന്നു. ഓരോ ദിവസം ഇടവിട്ടല്ലേ, എല്ലാ ദിവസം വന്ന് തന്നെ നോക്കുമായിരുന്നു, കാണുമായിരുന്നു. ചേച്ചിയാണെങ്കിൽ സ്പെഷ്യൽ മീൻകറിയും അതും ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. ബൈജേട്ടൻ അതുകൊണ്ട് ഓടി വരുമായിരുന്നേ. അപ്പൊ ആ മുറിവൊക്കെ പെട്ടെന്ന് കരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് മീനുണ്ട്, അങ്ങനത്തെ ഒക്കെ ഫിഷ് കൊണ്ടു തരുമായിരുന്നു. അപ്പം ബൈജുവേട്ടൻ കണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പോ ആദ്യം ബൈജുവേട്ടനെ വിളിക്കും, ബൈജുവേട്ടാ അവൾ എങ്ങനെ ഉണ്ട്, ഓക്കെയാണ്. ബൈജുവേട്ടൻ പറയും ഒന്നും വിഷമിക്കണ്ട, അവള് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. അപ്പോഴത്തേനും ഇവിടെ അങ്ങോട്ട് അയ്യോടാ. ഇത് കണ്ണ് കിട്ടാതിരിക്കട്ടെ അല്ലേ? താങ്ക് യു സോ മച്ച് ചേട്ടാ. അയ്യോ ചോദ്യം 2 കൂടെ. ഓക്കെ. ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ളതും കൂടോത്രം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതുമായിട്ടുള്ള 3 പേർ. വീണ ചേച്ചിനെ വിട്. അതിനകത്ത് പറ്റത്തില്ല. അല്ല അങ്ങനെയല്ല. ഫുക്രു, ലക്ഷ്മി, പിന്നെ ഫുക്രു, ലക്ഷ്മി, വീണ 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 3 പേര്. ആ 3 പേരേ ഉള്ളൂ. ഓക്കെ ശരി. വീണേനെ വിടെന്ന് പറഞ്ഞ എന്താ? അല്ല അങ്ങനെയല്ല. വേറെ ഇനി 3 പേരുണ്ടെങ്കിൽ ഞാനത് ആലോചിച്ചില്ല. നമ്മളാ 3 പേരുള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നോ? ആണോ? ഓക്കെ ഓക്കെ. ഇതിന് മാത്രം 3 ചോദ്യം വേണ്ട, ഒറ്റ ആൻസർ മതി കേട്ടോ. ഇതിൽ ആർക്ക് വേണേലും ആൻസർ പറയാവുന്നതാണ്. ബൈച്ചേട്ടൻ തന്നെ പറയട്ടെ. അല്ലല്ല, ഞാനിപ്പോ എല്ലാം പറഞ്ഞു, ഞാൻ ഉത്തരം എല്ലാം ഇതായി. മിടുക്കനായിട്ടിരിക്കാണ്. ഇതിൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും ഉത്തരം പറയാം, നമ്മൾ ഈ ഉത്തരം എടുക്കുന്നതായിരിക്കും. ഒറ്റ ആൻസർ മതി. കൂടോത്ര സിനിമയുടെ ഭാഗമായിട്ടേ കൊടുത്ത പ്രൊമോഷൻ ഇന്റർവ്യൂല് ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു എന്ന് പറഞ്ഞാൽ കൊതുകിനെ അടിക്കുന്ന സത്യമായിട്ട് വീണ ചേച്ചി ആരെടുത്ത് ഇരിക്കണം സൂപ്പർ. അല്ല അടിപൊളിയായിരുന്നു. നല്ല ഒരു ചാനൽ ഉണ്ടായിരുന്നു, MSM എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ. അതാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത്. അതെ അതെ, MSM നല്ലായിരുന്നു. ശരിയാ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തന്നെടി. ദൈവമേ, നിങ്ങൾ ഷോർട്ട് ഫോം ഒന്നും പറയണ്ട കേട്ടോ, മനസ്സിലാക്കണ്ടേ എനിക്ക്. ഓക്കെ ബട്ട് താങ്ക് യു സോ മച്ച്. നന്നായി. ഞങ്ങള് ചുമ്മാ ഇത് പറഞ്ഞല്ലോ കേട്ടോ. മേക്കേഴ്സിനേക്കാൾ ഉപരി എനിക്ക് ഞാൻ ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ കുറെ ഇതിൽ വിളിക്കും. കാര്യം അതിന്റെ നാട്ടുകാരനാണോ എന്ന് അറിഞ്ഞിട്ടാണോ എനിക്കറിയില്ല. അപ്പു എപ്പോഴും വിളിക്കും, ചേട്ടാ എവിടെയാണ്. ഇനിയും അവൻ കുറെ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പുന് എന്തോ ഒരു സ്നേഹം എന്നോട്. അറിയാവുന്ന പോലീസ് അപ്പൊ ഞാൻ അവന്റെ ഒരു സംഭവം ഭയങ്കര നല്ല പാവം. അതെ അതെ. അതെ. നമ്മുടെ ഈ പ്രൊജക്ടിന്റെ കാര്യം ഞാൻ അപ്പുനെ നമ്മുടെ അല്ലാതെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പുവിനോട് പറഞ്ഞപ്പോൾ നമുക്ക് അല്ലാതെ ഒരു ചാറ്റ് ഷോ വേണം. ഇത് മറ്റേന്ന് വെച്ചാൽ നമുക്ക് ഹറിബറിയാ 20 മിനിറ്റ്സിൽ അടുത്ത ആൾക്കാർ വെയിറ്റ് ചെയ്യണം അടുത്ത പ്രൊമോഷന് വേണ്ടി. നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഇത്. എന്താ പറയാ, ബൈച്ചേട്ടനോട് പറഞ്ഞു, ബൈച്ചേട്ടനോട് അപ്പു വിളിച്ച് സംസാരിക്കുന്നു. അപ്പൊ ഇവര് വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാ. എന്നെ ഇപ്പൊ കുറച്ചാളായതേ ഉള്ളൂ അപ്പൊ പരിചയപ്പെടാൻ. പക്ഷെ ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. കാരണം കറക്റ്റ് ആയിട്ട് പുക കൊണ്ടുവന്ന് വെച്ചിട്ട് അവനെന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മളിനിയും പരിചയപ്പെടാൻ ഓഡിയൻസ് ഓൺ ദ സ്പോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. Rachel, what about you? Like, how was this whole promotion thing going on, Rachel?
സത്യം പറഞ്ഞാൽ എനിക്ക് ഇറ്റ് ഫീൽസ് ലൈക്ക് വിർ ഓൾ ബാക്ക് ഓൺ സെറ്റ് അഗൈൻ. എല്ലാവരും കൂടെ. 1 ഇയറിന്റെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ എല്ലാവരുടെ കൂടെ പിന്നെയും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അത് ആ കുറെ മെമ്മറീസ് കൊണ്ടുവരുന്നു. സോ ഐ റിയലി എൻജോയ് ദാറ്റ്. പിന്നെ ദിയ സർ, പിന്നെ മാമിനാണ് ഇപ്പൊ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ദെൻ ഓൾസോ വീണ ചേച്ചി. ഓഫ് കോഴ്സ് നമ്മൾ സെറ്റിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചേച്ചിനെ ആദ്യമായിട്ടാണോ കണ്ടില്ല, അവിടെ കണ്ടില്ല. ഇല്ല. സോ അങ്ങനെ ഇപ്പം വെൻ വി ഓൾ കം ടുഗദർ ആ ഒരു എന്താ പറയുന്ന എക്സൈറ്റ്മെന്റും ഉണ്ട്, ആ നെർവസ്നെസ്സും ഉണ്ട്. ബിക്കോസ് ഫൈനലി നമ്മുടെ പ്രോഡക്റ്റ് ഫൈനലി ജനങ്ങളിലേക്ക് എത്തുകയാണ്. എക്സാക്ട്ലി. സോ എന്താ പറയുന്നത്, ജസ്റ്റ് എല്ലാവരുടെയും സപ്പോർട്ടും പ്രേയേഴ്സും വേണമെന്ന് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. അന്ത്യ, what do you want to say? എന്ത് പറയാൻ, കുറെ ചിരിച്ചു. എത്ര ചിരിക്കുള്ളിലാണെങ്കിലും നമ്മളുടെ ഉള്ളിലേക്ക് ഒരു സന്തോഷം. ഈ ചിരിനേക്കാളും വലുതാവട്ടെ നമ്മളുടെ വിജയത്തിന് ശേഷമുള്ള ചിരികള്. സക്സസ്ഫുൾ മീറ്റർ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അത് കാണാം. ഞങ്ങൾ എന്തായാലും Yes, ഇവിടെ തന്നെ yes. വരും. ഈ പറഞ്ഞ പോലെ എനിക്കും വലിയൊരു ബ്രേക്ക് ഇപ്പൊ ബൈചേട്ടൻ ഒരു ഡയറക്ടർ എന്നുള്ള ലെവലിൽ പറഞ്ഞപ്പോ ഐ എം വെരി ഹാപ്പി. മേരി എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പം അത് ഇനി ജനങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവരും ഇതില് നമ്മൾ മാത്രമല്ല, ഒത്തിരി ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം സീനിയേഴ്സ് ആണ്. അപ്പൊ അവരുടെ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ സിനിമയില് ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നതിൽ കൂടുതൽ എല്ലാ ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഓരോരോ ഭാഗത്തും. അപ്പൊ അതും ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു. ദൈവത്തിനോട് നന്ദി പറയണു. ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കുക. വളരെ ചെറിയ കൊച്ചു പടമാണ്, പക്ഷെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അതിന്റെ റീൽസും ഒക്കെ ഉണ്ട്, ഞങ്ങളിൽ ആ വീഡിയോസ് ഒക്കെ ഉണ്ട്. പിന്നെ അതെല്ലാം ആഫ്റ്റർ റിലീസിന് ശേഷം അതെ BTS. ഒത്തിരി ഉണ്ട് ഞങ്ങളുടെ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങള്. കാരണം ഞങ്ങളുടെ കുറച്ച് ഫൺ സന്തോഷം ആ മലയുടെ മുകളിൽ നമ്മൾ ആ വെയിലും ഇതെല്ലാം കൊള്ളുകയാണെങ്കിൽ പോലും കുറച്ച് ഹാപ്പിനെസ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഇതിന്റെ ഒരു വിജയത്തിന് ശേഷം ആ വെള്ളിമലയിൽ പോയിട്ട് കുറച്ച് നമ്മള് പറഞ്ഞിട്ടുണ്ട് അവിടെ പോകണം, അവിടെ പോയി എൻജോയ് ചെയ്യണം എന്നുള്ളത്. വേറൊരു ഗുണം, ഇവിടെ ക്യാരവൻ ഇല്ലാത്തതുകൊണ്ട് സൗഹൃദങ്ങൾ ഒത്തിരി ബിൽഡ് കൂടി ഒരു കാര്യം, ദിയ എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു ആ ഒരു സമയത്ത് കേട്ടോ. നല്ല ഞാൻ ഫസ്റ്റ് ടൈം അല്ലായിരുന്നു, അപ്പൊ കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ. അപ്പോ ഭയങ്കര ബൈജേട്ടന് ഒത്തിരി കംഫർട്ടബിൾ. ചേച്ചി ആയാലും വന്നിട്ട് ഇപ്പൊ ഓക്കെ ഒന്നുമില്ല പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് ആയാലും ഒത്തിരി. പക്ഷെ എന്നാലും അവിടെ ഇരിക്കുമ്പോ ഞാനും ദിയയും കൂടെ ഉള്ള ഒരു സീനായിരുന്നു. ദിയ അപ്പൊ അവിടെ ഇരുന്നിട്ട് ദിയ അവിടെ ചേച്ചി ടെൻഷൻ എല്ലാം ശരിയാവും ഒന്ന് ശ്വാസം വലിച്ചു വിട്ടാ മതി. ഇറങ്ങുവാടോ ശ്വാസം വലിച്ചു, ആ ശ്വാസം വലിച്ചു വിട്ടതിന്റെ പേരില്ല കുത്ത് കിട്ടിയത്. എന്നെ ഭയങ്കരമായിട്ട് കാമാക്കി, ഭയങ്കര ഇതായിരുന്നു. പിന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാനൊരു ബിഗ് സ്ക്രീനിൽ ഭയങ്കര സന്തോഷമുണ്ട്. ബൈജേട്ടന് അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. എന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ദൈവത്തിനുള്ളതാണ് ആദ്യം നന്ദി. ഞാൻ ഇതിനുണ്ടാവുന്ന എല്ലാ വിജയങ്ങളും അല്ലെങ്കിൽ അതെല്ലാം എന്റെ ദൈവത്തിന് മാത്രമല്ല. ഞാനും ദിയ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒഴിക്കുക, നമുക്കിതുവരെ സിനിമയുടെ ഒരു അകത്തുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നേ. ഇപ്പൊ ഇതിലേക്ക് വന്നപ്പോഴേ സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഡയറക്ടർ തൊട്ട് ചെറിയ കാര്യങ്ങൾ വരെയും ചെയ്യുന്നവരുടെ ഒരു കഷ്ടപ്പാട് എന്തുവാണെന്നുള്ള ഷൂട്ടിംഗ് സൈറ്റിൽ ചെന്നപ്പോഴാണ് അവരുടെ ആ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ഒത്തിരി മനസ്സിലാക്കിയത്. ശരിക്കും ഹാറ്റ്സ് ഓഫ് കേട്ടോ നിങ്ങൾക്ക് എല്ലാം. ശരിക്കും ഒന്നുമില്ല, പോയി എല്ലാരും കാണുക. മറ്റേ ഈ റിവ്യൂ ഒക്കെ കേട്ട് പലതും വരും അല്ലെ. ഇപ്പൊ അറിയാലോ, നല്ല പടം വന്നാൽ കൂടെ നല്ല അഭിപ്രായം ചീത്ത അഭിപ്രായം ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതെ തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങൾക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. നല്ലൊരു ഫാമിലി, നിങ്ങളൊന്ന് പോയി കണ്ട് ഒന്ന് സമാധാനമായിട്ട് ചിരിക്കാനും കരയാനും അടിയിടിയും എല്ലാം ഉണ്ട്. ഇതൊരു സാധാരണ പടമാണ്. ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇവരെല്ലാവരും വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത് എല്ലാ സിനിമയും ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ദീസ് ഗൈസ് ഡിസേർവ് എസ് ബ്യൂട്ടിഫുൾ സക്സസ് ബിക്കോസ് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ബൈജു ചേട്ടാ, ഇത് ഒരു ഗംഭീര തുടക്കമാവട്ടെ. ഡയറക്ടർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും ഇനി അങ്ങോട്ട് 2026 നിങ്ങൾക്ക് എല്ലാവർക്കും ഗംഭീരമാവട്ടെ. എന്റെ നെഞ്ചിലെ പിളപ്പ് മാറി. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പോലിച്ച് കാതുകുത്താനിപ്പവരും നിന്നമ്മവന്മാരു പൊന്നേ, കാതുകുത്താനിപ്പവരും നിന്നമ്മവന്മാരു പൊന്നേ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പോലിച്ച് കാതുകുത്താനിപ്പവരും നിന്നമ്മവന്മാരു പൊന്നേ, കാതുകുത്താനിപ്പവരും നിന്നമ്മവന്മാരു പൊന്നേ. ആ